മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനാൽ വിരചിതമായ ഭക്തി സംവർദ്ധന ശതകം എന്ന കൃതിയിൽ ഭഗവാന്റെ അവതാര വർണ്ണന ശ്ലോകങ്ങൾ ചൊല്ലുന്നില്ല. ഓരോ ശ്ലോകത്തിന്റെയും മലയാള അർത്ഥം പറഞ്ഞു പോവുകയാണ്. വിശ്വനാഥ, പണ്ട് സത്യവ്രതനെന്ന രാജാവിന്റെ തൊഴുകൈയിൽ പിറന്ന് ക്രമേണ വളർന്ന് കൽപ്പകാലത്തിലെ വിസ്തൃതമായ സമുദ്രത്തിൽ കളിയാടുമ്പോൾ സത്യവ്രതന് ആത്മോപദേശം ചെയ്ത ഹയഗ്രീവനിൽ നിന്ന് വേദത്തെ കൈക്കൊണ്ടവനായ മത്സ്യാകൃതി പൂണ്ട അവിടുത്തെ ഞാൻ സ്മരിക്കുന്നു. ദുർവാസാവിന്റെ ശാപം കാരണം ദേവന്മാർക്ക് ജരാനര ബാധിച്ചു. അതിൽ നിന്നും മോചനത്തിന് പാൽക്കടൽ കടഞ്ഞ് അമൃത് സേവിച്ചാൽ മതി. അതിനുവേണ്ടി ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ മന്ദരഗിരി കടക്കോലാക്കി. ക്ഷീരാബ്ദി മഥനം തുടങ്ങിയപ്പോൾ പർവ്വതം പാതാളത്തിലേക്ക് താണു. അപ്പോൾ വലിപ്പമേറിയ തന്റെ പൃഷ്ഠാസ്ഥിതി കൊണ്ട് അതിനെ ഉയർത്തുവാൻ ഭഗവാൻ കൂർമാവതാരമെടുത്തു. ആ കൂർമാവതാരമൂർത്തിയെ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു. മദം കൊണ്ട ഹിരണ്യാക്ഷൻ എന്നൊരസുരൻ ഭൂമിയെ എടുത്ത് പാതാളത്തിൽ കൊണ്ടുപോയി. അപ്പോൾ പ്രളയകാലം പോലെ വലിപ്പമുള്ളതും ഇളകിമറിയുന്ന തിരമാലകൾ നിറഞ്ഞതുമായ കടലിൽ മുങ്ങിയ പൃഥ്വിയെ എടുത്ത് പൊന്തിക്കുന്നതിന് വരാഹാവതാരമെടുത്ത് തന്റെ വളഞ്ഞ തേറ്റകളിൽ അതിനെ ധരിച്ചിരിക്കുന്ന, ആ ഭൂമിയെ ധരിച്ചിരിക്കുന്ന താമരക്കണ്ണനായ നിന്തിരുവടിയെ ഞാൻ ഉള്ളിലോർക്കുന്നു, സ്മരിക്കുന്നു. ത്രിലോകനാഥ, അങ്ങയുടെ തൃപ്പാദഭക്തനായ പ്രഹ്ലാദനെ കൊല്ലുവാൻ ഉരുമ്പെട്ട ലോകോപദ്രവകാരിയായ ഹിരണ്യകശിപുവിനെ അമർച്ച ചെയ്യാൻ ഭയമുളവാക്കും വിധം വളഞ്ഞ പുരികക്കൊടികളും ഉറപ്പുള്ള നഖങ്ങളുമൊക്കെയുള്ള നരസിംഹരൂപം അവിടുന്ന് കൈക്കൊണ്ടു. അങ്ങനെയുള്ള നൃസിംഹമൂർത്തി എന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ആ നരസിംഹമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇന്ദ്രനെ വെന്ന് മഹാബലി ലോകനാഥനായിരിക്കവേ അതിഥിദേവിയുടെ അപേക്ഷയനുസരിച്ച് വിഷ്ണു ഭഗവാൻ ആ അമ്മയുടെ മകനായി പിറന്നു. മഹാബലിയുടെ ദർപ്പം ഒടുക്കുന്നതിനു വേണ്ടി ബ്രഹ്മചാരിയായ ആ ബാലൻ ചമതയൊരുക്കി വയ്ക്കാനായി 3 അടി മണ്ണ് ബലിചക്രവർത്തിയോട് യാചിച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്റെ പാദങ്ങളാൽ മുഴുവൻ ലോകത്തെയും അളന്നെടുക്കുമ്പോൾ നാൻമുഖൻ ആ തൃക്കാലുകൾ കഴുകി. അങ്ങനെ ക്ഷാളിതപാദനായ വാമനമൂർത്തെ ഇന്ദ്ര അനുജ, അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു, നമസ്കരിക്കുന്നു. ജമദഗ്നി മഹർഷിക്ക് രേണുകാദേവിയിൽ ജനിച്ച മകനാണ് പരശുരാമൻ. ശ്രീ പരമേശ്വരനിൽ നിന്ന് എല്ലാ വിദ്യകളും അഭ്യസിച്ചു കഴിഞ്ഞ് കാർത്തവീരാർജുനനെ അദ്ദേഹം നിഗ്രഹിച്ചു. തുടർന്ന് കൈയിലേന്തിയ മഴുവുമായി 21 തവണ ദുഷ്ട ക്ഷത്രിയരെയും ഒടുക്കി. അങ്ങനെ ഭൂമിയുടെ ഭാരമില്ലാതാക്കിയവനും ഭാർഗവരാമനുമായ ആ നിന്തിരുവടിയെ ഞാൻ സ്മരിക്കുന്നു. സൂര്യവംശത്തിൽ ദശരഥപുത്രനായി അവിടുന്ന് പിറന്നു. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം പോയി യാഗത്തെ രക്ഷിക്കുകയാണ്. അങ്ങനെ യാഗരക്ഷ ചെയ്ത് ബാലിയെ വധിച്ച് വാനരസേനയോടുകൂടി കടൽ കടന്ന് രാവണനെ കീഴടക്കി. അതിനു മുമ്പ് അവിടേക്ക് പ്രിയതമയായ ജാനകീദേവിയെ വേർപിരിയേണ്ടി വന്നു. രാവണവധം കഴിഞ്ഞ് സീതാവല്ലഭനായ അങ്ങ് ദേവിയോടൊപ്പം അയോധ്യാനഗരിയിൽ വാണു. അങ്ങനെ ശ്രീരാമാവതാരമെടുത്ത ആ നിന്തിരുവടിയെ ഞാൻ എല്ലായ്പ്പോഴും ഓർമ്മിക്കുന്നു, സ്മരിക്കുന്നു. വെളുത്ത നിറമാർന്ന ഉടലാണ് ബലരാമന്. അദ്ദേഹം നീലപ്പട്ടുടുക്കുന്നു. ഹലവും മുസലവുമാണ് ഏന്തുന്നത്. മദം പൂണ്ട് കാളിന്തിയെ ബലാത്കാരം ചെയ്ത നാഗരാജാവതാരമായ ഈ രാമൻ മഞ്ഞക്കുറി ധരിക്കുന്നു. കൂടാതെ ഒരുപാട് അസുരന്മാരെ നിഗ്രഹിച്ച് ഭൂമിദേവിയുടെ അല്ലലകറ്റിയവനുമാണ്. അങ്ങനെയുള്ള രാമരൂപിയായ അവിടുത്തെ ഞാൻ ഓർക്കുന്നു, നമസ്കരിക്കുന്നു. ദേവ, ചന്ദ്രവംശത്തിൽ പിറന്ന അവിടുന്ന് ഗോകുലത്തിൽ തങ്ങാൻ നിശ്ചയിച്ചു. കംസവധത്തിന് കാരണക്കാരനായ അങ്ങ് സ്ത്രീഗണത്തിൽ ആശ്രയമേകി ശിശുപാലൻ എന്ന ചേതിരാജനെ നിഗ്രഹിച്ചു. പിന്നീട് പാണ്ഡുപുത്രനായ അർജുനന്റെ തേരാളിയായി ഭൂമിയുടെ ഭാരം ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നതിലൂടെ ഇല്ലാതാക്കി. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ വപുർധാരിയായിട്ടുള്ള
ശ്രീകൃഷ്ണ ഭഗവാൻ, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ത്രിഭുവനപതേ, കലിയുഗത്തിനൊടുവിൽ ആളുകൾ വിഹിതമായതെല്ലാം വെടിഞ്ഞ് അത്യന്തം നീചന്മാരാകവേ അധർമ്മം അതിന്റെ ഉച്ചകോടിയിലെത്തുന്നു. അപ്പോൾ സംസ്ഥാപനത്തിനു വേണ്ടി അവിടുന്ന് കുതിരപ്പുറത്തേറി കയ്യിലെ ഇളകുന്ന വാൾ കൊണ്ട് അധർമ്മികളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മുന്നേറുന്നു. അങ്ങനെയുള്ള ദുഷ്ടന്മാർക്ക് പേടിയുളവാക്കുന്ന കൽക്കി രൂപമെടുത്തിട്ടുള്ള ആ ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു. താമരക്കണ്ണ, പാൽക്കടലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന 3 കൊടുമുടികളുള്ള പർവ്വതം. അതിലെ ഒരു പൂന്തോട്ടത്തിന് നടുവിൽ താമരപ്പൊയ്കയുണ്ട്. ദാഹിച്ചലഞ്ഞ ആനത്തലവൻ അതിലിറങ്ങി വെള്ളം കുടിക്കാൻ ഒരുങ്ങവേ അവനെ മുതല പിടികൂടി. ആ വേദനയും കൊണ്ട് മുജ്ജന്മ സംസ്കാരം കൊണ്ടും ഗജേന്ദ്രൻ നീന്തിരുവടിയെ സ്തുതിച്ചു. അപ്പോൾ മനമലിഞ്ഞ അവിടുന്ന് അവനെ അനുഗ്രഹിക്കാനായി ചക്രമേന്തി ഹരിയായി ഗരുഡന്റെ പുറത്ത് എഴുന്നള്ളി. അങ്ങനെയുള്ള ഹരിയായ നിന്തിരുവടിയെ ഞാൻ സ്മരിക്കുന്നു. ദേവാസുരന്മാർ അമൃതത്തിനു വേണ്ടി പാലാഴി കടയവേ അതിൽ നിന്ന് വെൺതലപ്പാവ് ചാർത്തിയവനും ശംഖചക്രങ്ങൾ, അമൃതകലശം, അട്ട എന്നിവകൾ കയ്യിലേന്തിയവനും ഇന്ദ്രനീല നിറമാർന്നവനുമായ ധന്വന്തരമൂർത്തിയെന്ന വൈദ്യനാഥൻ ഉയർന്നു വന്നു. അല്ലയോ മുരാരേ, അവിടുത്തെ ആ തിരു അവതാരത്തെ ഞാൻ സദാ സ്മരിക്കുന്നു. ദൈത്യശത്രോ, പാൽക്കടൽ കടഞ്ഞുകിട്ടിയ അമൃത് അസുരന്മാർ അപഹരിക്കാനൊരുങ്ങവേ അവരിൽ നിന്നത് വീണ്ടെടുക്കാനായി മോഹിനി വേഷമെടുത്തു അവിടുന്ന്. അവൾ മനോഹരി, തരുണികൾക്ക് സഹജമായ പുരികക്കൊടി ചലിപ്പിക്കലും പുഞ്ചിരിക്കുകയും കടക്കണ്ണേറും അവൾക്കുണ്ട്. പൂന്തോപ്പിൽ ശ്രീപരമേശ്വരനെ മോഹിപ്പിക്കാനായി ഉത്കണ്ഠയോടെ എന്തൊക്കെയോ ലീലകൾ ചെയ്യുന്ന കപടമായി സ്ത്രീവേഷം ധരിച്ച അവിടുത്തെ ആ ദിവ്യാകൃതി ഞാൻ സ്മരിക്കുന്നു. ലോകനന്മയ്ക്കായി നിഷ്കാമ കർമാനുഷ്ഠാനം കാട്ടിത്തരുന്നതിൽ കഴിവുള്ളവനും സർവസ്വതന്ത്രനും ജഡകൾ കൊണ്ടും ശോഭിക്കുന്നവനും അമ്മ ദേവഹൂതിക്ക് ഉത്തമമായ തത്വജ്ഞാനം പകർന്നുകൊടുത്തവനും കർദമ പ്രജാപതിയുടെ പുത്രനും കപില വാസുദേവനുമായ ഹേ ഗോവിന്ദ, നിന്തിരുവടിയെ ഞാൻ മനസ്സിലോർക്കുന്നു, സ്മരിക്കുന്നു. മാമുനിമാരുടെ ശാപനിമിത്തം നശിച്ച ഒരു ദുഷ്ടരാജാവത്രേ വേണൻ. അദ്ദേഹത്തിന്റെ മകൻ പൃഥു തന്റെ വില്ലറ്റം കൊണ്ട് മലകളെ കുത്തിപ്പിളർന്നു നിരപ്പാക്കിയ ഭൂമിയെ ഗോരൂപയാക്കി. മേരുവിനെക്കൊണ്ട് വളരെ പണവും ധ്യാനങ്ങളുമൊക്കെ കറന്നെടുത്തവനും അവയിലെല്ലായിടത്തും വ്യാപിക്കുന്നവനും മഹിമയാർന്നവനും ലോകത്തിന് തന്നെ നാഥനുമായ ഭഗവാനെ, പൃഥുചക്രവർത്തി എന്ന അവതാരമെടുത്തവനെ അങ്ങേ ഞാൻ ധ്യാനിക്കുന്നു. ശിവഭക്തിയുള്ളവരും അതേസമയം ദുർമാർഗികളുമായ ത്രിപുര അസുരന്മാരിൽ യുക്തിപൂർവമായ വാക്കുകളാൽ ശിവദ്വേഷമുണ്ടാക്കിയവനും ധർമ്മം നിലനിർത്തുന്നതിനു വേണ്ടി മായാദേവിയിൽ ബുദ്ധനെന്ന പേരോട് പിറന്നവനുമായ മായാമയനായ അല്ലയോ ഹരേ, അവിടുത്തെ ഞാൻ നമിക്കുന്നു, നമസ്കരിക്കുന്നു. ശാർദ്രദേവന് ദാക്ഷായണിയിൽ പിറന്നവനും വലിയ കീർത്തിമാന്മാരും ലോകരക്ഷയ്ക്കായി ഹിമാവാന്റെ താഴ്വരയിലുള്ള ബദര്യാശ്രമത്തിൽ വസിക്കുന്നവരും നാരായണന്മാർ എന്നു പേരുള്ളവരുമായ അവിടുത്തെ 2 തിരു അവതാരമൂർത്തികളെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാനെ തികഞ്ഞ സൗന്ദര്യമുള്ള ശരീരത്തോടു കൂടിയവനും സന്യാസ ലക്ഷണങ്ങൾ ഒത്തവനും ദിഗംബരനും സ്ത്രീ സഹായത്തോടെ അങ്ങുമിങ്ങും സഞ്ചരിക്കുന്നവനും ദിവ്യനും ആത്മജ്ഞാനികളായ മഹർഷീശ്വരന്മാരാൽ സേവിക്കപ്പെടുന്നവനും അവിടുത്തെ അംശവുമായ ദത്താശ്രയനെ ഞാൻ മനസ്സിൽ സങ്കല്പിക്കുന്നു. ലക്ഷ്മീനാരായണ, ഒഴുകുന്ന നർമ്മദാ നദിയിൽ തന്റെ അസംഖ്യം ഭാര്യമാരോടുകൂടി ലീലകളാടുന്നതിൽ മുഴുകിയ ഭൂമിയെ രക്ഷിക്കുന്നതിൽ തൽപരനായ സ്വപരാക്രമത്താലുണ്ടായ മഹാപ്രഭാവത്തോടുകൂടിയ ദത്താത്രേയ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച തന്റെ യശോദവളിമ എങ്ങും പരത്തിയ സഹസ്രബാഹുവായ കാർത്തിവ്യ വീരാർജുനനെന്നു പേരുള്ള നിന്തിരുവടിയെ ഞാൻ ഉള്ളിലോർക്കുന്നു. പരാശര മഹർഷിയുടെ പുത്രനും വേദങ്ങളെ പകുത്തവനും പലതരത്തിലുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിച്ചവനും വേദാന്ത പരിഷ്കർത്താവും ശിഷ്യ പ്രവിശ്യന്മാരിൽ നിറഞ്ഞവനും കൃഷ്ണദ്വൈപായനൻ
വേദവ്യാസൻ എന്നു പേരുള്ളവനുമായ അല്ലയോ മുകുന്ദ, നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ